അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് സെൻറ്ററിങ് ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും നന്ദി രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായി അനുഭവിക്കും. ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയതായി അനുഭവിക്കും. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സ്നേഹം ഹൃദയത്തിൽ നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ ഉള്ള സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. അപ്പോൾ നമ്മൾ ഹോപ്പ് പ്രോഗ്രാമിൻ്റെ ഒരു ബേസിക്കായിട്ട് ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. എന്താണ് ഹോപ്പ് പ്രോഗ്രാം? എല്ലാവർക്കും പറയാൻ പറ്റുമോ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ്? ഹോപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഹാർട്ട്ഫുൾനെസ് ഒഡീസി ഫോർ പേഴ്സണൽ എക്സലൻസ്. അപ്പോൾ വ്യക്തിഗതമായിട്ടുള്ള എക്സലൻസ് സ്റ്റേറ്റിലേക്കുള്ള യാത്രയാണ് ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സമയമുള്ളവർക്ക്, ഇത് ആർക്കുള്ളതാണ്? ഫസ്റ്റ് വേണ്ടത് അതിന് സമയം വേണം. സമയം കൊടുക്കാൻ തയ്യാറാകുന്ന ആൾക്കാരാണ് അവർക്ക് അവരവരുടെ ഇന്നർ ഡെവലപ്മെൻറ്റ് താല്പര്യമുള്ള ആൾക്കാർ. അതാണ് ഹോപ്പ് പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് അങ്ങനെ ആൾക്കാർക്ക്. നമുക്ക് പലതിനും താല്പര്യമുണ്ട്, പക്ഷേ ഇതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യണം. നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റ് നമ്മൾ ടൈം കണ്ടെത്താൻ തയ്യാറാവണം. അതൊരു സമയനഷ്ടമായിട്ട് നമ്മൾ കരുതാൻ പാടില്ല. തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതൊരു സമയനഷ്ടമല്ല. കാരണം നമ്മൾ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. നമ്മളുടെ ഇന്നർ ഡെവലപ്മെൻറ്റാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം ഏറ്റവും ഇമ്പോർട്ടൻ്റ്
ടൈമാണ്. നമ്മുടെ ഏറ്റവും വലിയ ധർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഏതൊരു പഠന എഡ്യൂക്കേഷൻ സിസ്റ്റം പോലെ നമുക്കതിനൊരു അപ്രോച്ചുണ്ട്. ഇപ്പോൾ സ്കൂൾ പഠിക്കുമ്പോഴും അതിനൊരു അപ്രോച്ചുണ്ട്. സ്കൂളിലെ അപ്രോച്ച് എങ്ങനെയാണ്? നമ്മൾ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് പഠിപ്പിക്കുന്നു, നമ്മൾ ബൈ ഹാർട്ട് അടിക്കുന്നു, എക്സാമിന് എഴുതുന്നു. ഇങ്ങനെയല്ലേ നമ്മൾ സ്കൂളിൽ എഴുതുന്നു. പ്രൈമറി ക്ലാസ്സസിൽ അത് ഓക്കെയാണ്. ഇവിടെ പ്രൈമറി ക്ലാസ്സസിൽ ഇപ്പോൾ മാറി തുടങ്ങി. നമ്മൾക്കത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇപ്പോൾ ഇത് മാവാണ് എന്ന് കാണിച്ചു. ഇപ്പോൾ പുറത്ത് കൊണ്ടുപോയി കാണിക്കും കുട്ടികളൊക്കെ. പ്രാക്ടിക്കലായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. സ്കൂളുകളിലും അതുണ്ട്. വൊക്കേഷണൽ ട്രെയിനിങ് എന്നൊക്കെ പറയും. 10th ഒക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ലാബറട്ടറി ട്രെയിനിങ് ഉണ്ട് അല്ലേ? 10th 11th 12th ഒക്കെ അല്ലേ? ഇപ്പോൾ 10th പല സ്ഥലത്തും ഇല്ല. ശരിക്കും പഠിച്ച കാര്യങ്ങൾ എക്സ്പീരിയൻഷ്യലായിട്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ അതൊരു പഠനമാവുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ മെഡിസിൻ പഠിച്ചിട്ടുണ്ട്. മെഡിസിൻ പഠിച്ചിട്ട് അവസാനം ഹൗസ് സർജൻസി എന്നുള്ളൊരു പ്രോഗ്രാമുണ്ട്. 1.5 കൊല്ലം ഹൗസ് സർജൻസി. ഇപ്പോൾ ഈ എൻട്രൻസ് ഒക്കെ വന്നതോട് കൂടിയിട്ട് ഹൗസ് സർജൻസി ചെയ്യാതെ ഈ ആൾക്കാർ 5 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ PGക്ക് പഠിക്കുക 1.5 കൊല്ലം. അപ്പോൾ ഈ ഹൗസ് സർജൻസി ടൈം ഉപയോഗിക്കുന്നില്ല. എന്തിനാണ് മെഡിസിൻ പഠിക്കുന്നത്? ഹ്യൂമൻ വെൽഫെയർ, പേഷ്യൻസിനെ നോക്കാൻ, പേഷ്യൻറ്റിനോട് സംസാരിക്കാനൊക്കെയാണ്. അപ്പോൾ പേഷ്യൻസിനോട് സംസാരിക്കാൻ ഉള്ള സമയമില്ല. പേഷ്യൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സമയം കണ്ടെത്തുന്നില്ല. അപ്പോൾ ക്ലാസ് റൂമിൽ പിന്നെ നേരെ PG വേറെ ക്ലാസ് റൂമിലേക്ക് എത്തും. അവസാനം നേരെ എത്തുന്നത് കൺസൾട്ടേഷൻ റൂമിലേക്കാണ്. ഇതിൻ്റെ ഇടയിലൊന്നും പേഷ്യൻസായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല. പ്രാക്ടിക്കൽ ട്രെയിനിങ് വളരെ 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 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ എഡ്യൂക്കേഷനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് മനുഷ്യത്വം ഇല്ലാണ്ടായിട്ട് മാറുന്നത്. ഹ്യൂമൻ ടച്ച് നമ്മുടെ എഡ്യൂക്കേഷനിൽ വളരെ കുറവാണ്. ഇപ്പോൾ ഏതൊരു എഡ്യൂക്കേഷൻ ആയാലും നമ്മൾ പഠിക്കുക, നേരെ വന്നിട്ട് ജോലിക്കിരിക്കുക, ശമ്പളം മേടിക്കുക എന്നുള്ളൊരു കാര്യം. ഇടയിൽ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നില്ല. പക്ഷേ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ അങ്ങനെയല്ല. നമ്മൾ പാരലലായിട്ട് കൊണ്ടുപോകണം. ശരിക്കും എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ പരാവിദ്യ അപരാവിദ്യ 2 ഭാഗങ്ങളുണ്ട്. കേട്ടിട്ടുണ്ടോ? പരാവിദ്യ അപരാവിദ്യ. അപരാവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പഠിക്കുന്നതല്ല. ഓബ്ജക്റ്റീവ് നോളജ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇതൊക്കെ അപരാവിദ്യയാണ്. നമ്മൾ ഉണർന്നിരിക്കുന്ന ഈ ലോകത്തിൽ ജാഗ്രത അവസ്ഥ, നമ്മൾ 24 മണിക്കൂറിൽ മേ ബി എത്ര മണിക്കൂർ? ഒരു 10-12 മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കണം. 12-13 മണിക്കൂർ. അതാണ് നമ്മൾ ജീവിതം എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ അളക്കാൻ പറ്റും. ഒരാളുടെ വലിപ്പം, ഒരാളുടെ ഹൈറ്റ്, സാധനങ്ങളുടെ ഘനം, പൈസ, നമുക്കിതൊക്കെ അളക്കാൻ പറ്റും. ഒബ്സർവബിൾ യൂണിവേഴ്സ്. അതിനാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എഡ്യൂക്കേഷൻ. അതിനാണ് അപരാവിദ്യ എന്ന് പറയുന്നത്. മെഷറബിൾ, നമ്മൾ സെൻസറി ഓർഗൻസ്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നതാണ് അപരാവിദ്യ. അതെല്ലാവർക്കും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, മാർക്കിടാൻ പറ്റും. ഇപ്പോൾ മെമ്മറൈസ് ചെയ്യാം, ഡിക്റ്റേഷൻ കൊടുത്തിട്ട് മാർക്കിടുക, മാത്തമാറ്റിക്സ് പഠിച്ചിട്ട് മാർക്ക് കൊടുക്കുക, സയൻസിൽ എക്സാം എഴുതിയിട്ട് മാർക്കിടുക, എക്സ്പെരിമെൻ്റ് റിസൾട്ട് കണ്ടിട്ട് മാർക്കിടുക. പക്ഷേ പരാവിദ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പരാവിദ്യ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള മാറ്റം, ഇന്നർ ചേഞ്ച്. അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. എത്രത്തോളം ഉള്ളിൽ മാറി, അതാണ് പരാവിദ്യ. അത് എഡ്യൂക്കേഷനിൽ ഇപ്പോൾ വളരെ കുറവാണ്. എങ്ങനെ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ഉള്ളിലുള്ള കാര്യം, അളക്കാൻ പറ്റാത്ത ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും? എന്തെങ്കിലും കാര്യം മെഷറബിൾ അല്ലാത്ത, ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം. സ്നേഹം, വെരി കറക്റ്റ്. എനിത്തിങ് എൽസ്? വിശ്വാസം, സത്യസന്ധത, വെറുപ്പ്, നെഗറ്റീവ്. അളക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഭാര്യയോടുള്ള സ്നേഹം, എൻ്റെ അമ്മയോടുള്ള സ്നേഹം നമുക്ക് 2 ത്രാസിലിട്ട് അളന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ സ്നേഹമാണ് അധികം, ഈ സ്നേഹം കുറവാണ്, പറയാൻ പറ്റില്ല. അതുമാതിരി ഒരു അക്കൗണ്ടൻറ്റ് കാണിക്കുന്ന സത്യസന്ധതയും ഡോക്ടർ കാണിക്കുന്ന സത്യസന്ധത ഏതാണ് വലുത്? അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ കാണിക്കുന്ന സത്യസന്ധതയും ഒരു ജോലിക്കാരൻ കാണിക്കുന്നതിന് വലിപ്പവും ചെറുപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് അളവ് പോലുകളില്ല. അതിൽ നിന്നുണ്ടാവുന്ന ഉള്ളിലുള്ള മാറ്റങ്ങൾ, നമ്മൾ ശരിക്കും സ്പിരിച്വലായിട്ടുള്ള ഈ പരാവിദ്യയിലുണ്ടാവുന്ന മാറ്റങ്ങളിൽ ഉണ്ടാവുന്ന മെഷർമെൻറ്റ് എങ്ങനെയായിരിക്കും? എന്തായിരിക്കും നമ്മൾ ഉള്ളിൽ, വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ ഇഫ് യു ആർ ഇംപ്രൂവിങ്, ഈ പരാവിദ്യയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ മനസ്സിലാക്കുക? ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പെരുമാറ്റം, അത് വേറെ ആൾക്ക് ഒബ്സർവ് ചെയ്യാം. എനിക്ക് സ്വയം ഒബ്സർവ് ചെയ്യാം. ഞാൻ എന്നെ തന്നെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ
പേഷ്യൻസ് യു വിൽ ഇംപ്രൂവ്. ഓക്കെ, പേഷ്യൻസ് നമുക്ക് കുറച്ചുകൂടി ക്ഷമ വരും. പിന്നെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ സമാധാനം ഉണ്ടാവും, നമ്മളുടെ സന്തോഷം ഉണ്ടാവും, റിലാക്സ്ഡ് ആവും, ആങ്സൈറ്റി ഇല്ലാണ്ടാവും അല്ലേ? നമ്മുടെ മുഖത്ത് തന്നെ അത് കാണാൻ പറ്റും, പ്ലസൻ്റായിട്ട്. അത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മളൊരു നല്ലൊരു സീനറി കണ്ടു, സന്തോഷമായി, നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഉള്ളിലത് വി ക്യാൻ ഫീൽ ഇറ്റ് അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു മുട്ടായി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടി, റാങ്ക് കിട്ടി, നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ അത് നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളതിന് പകരം ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ആ ഗിഫ്റ്റിനല്ല വാല്യൂ. നമ്മളിപ്പോൾ ന്യൂ ഇയർ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നില്ലേ? ആ ന്യൂ ഇയർ ഗിഫ്റ്റ് 1000 രൂപയുടെയാണോ 10 രൂപയുടെയാണോ വലുത്? നമുക്ക് അളക്കാൻ പറ്റില്ല. മഹാത്മാഗാന്ധിജിയുടെ ലൈഫിൽ ഗാന്ധിജിയുടെ കഴുത്തിലൊരു ത്രെഡ് ഉണ്ടായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല, ഒരു ചരട്. അപ്പോൾ ഫോറിനേഴ്സ് ആരോ പറഞ്ഞു ഇതെടുത്ത് കളഞ്ഞൂടെ, ഇതിനെന്ത് വാല്യൂ, ഇത് സൂപ്പർസ്റ്റിറ്റ്യൂഷൻ അല്ലേ എന്നുള്ളത്. അപ്പോൾ എനിക്കിതിന് വാല്യൂ ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. എൻ്റെ അമ്മയ്ക്ക് അത് വലിയ വാല്യൂ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വാല്യൂ തന്നെ അവരുടെ മനസ്സിന് സന്തോഷം, അതാണ് അതിൻ്റെ വാല്യൂ അല്ലേ? കല്യാണം കഴിക്കുമ്പോൾ കഴുത്തിൽ കെട്ടുന്ന താലി, അത് എൻ്റെ പവൻ കണക്കാക്കിയിട്ടല്ല വില നിശ്ചയിക്കുന്നതാണോ? ഇത്ര പവൻ്റെ താലിയായി കഴിഞ്ഞാൽ ഭർത്താവിന് കൂടുതൽ സ്നേഹം ഉണ്ടാവും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ദീസ് ആർ ആൾ ഗിഫ്റ്റ്. പുറമേ കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. മെഷറബിൾ ആവുന്ന ഉള്ളിലാണ്. നമുക്കറിയാം നമ്മൾക്ക് ചേഞ്ച് വന്നു. അതാണ് ഇവിടെ സ്പിരിച്വൽ അപ്രോച്ച് ഡിഫറെൻ്റാണ്. നമ്മുടെ മാർക്കിടലൊക്കെ ആരാ മാർക്കിടുക? ഐ ഹാവ് ടു പുട്ട് മാർക്സ് മൈസെൽഫ്. ഞാൻ എൻ്റെ മാർക്ക് ഇടണം. ഞാൻ മാറുന്നുണ്ടോയെന്ന് എനിക്ക് എന്നെ തന്നെ മാർക്ക് ഇടണം. അപ്പോൾ ഞാൻ ആരാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ആൾ? ഞാനാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. എവിടെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്? എൻ്റെ ഉള്ളിൽ തന്നെയാണ് എക്സ്പെരിമെൻറ്റ് നടത്തുന്നത്. എവിടെയാണ് എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് വരുന്നത്? എൻ്റെ ഉള്ളിൽ തന്നെയാണ് എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഒരിക്കലും സ്വാമി വിവേകാനന്ദനോട് ഒരാൾ ചോദിച്ചു, എനിക്ക് ഈശ്വരനെ കാണിച്ചു തരുമെന്ന്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, എനിക്ക് ഹൈഡ്രോക്ലോറിക് ഗ്യാസ് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല, എനിക്ക് ലാബറട്ടറി വേണമെന്നുണ്ട്. അപ്പോൾ അതിനും ഒരു ലാബറട്ടറി ഉണ്ട്. യു കം ടു മൈ ലാബറട്ടറി, ഐ വിൽ ഷോ യു ഗോഡ്. മനസ്സിലായില്ലേ? ഇതാണ് ആ ലാബറട്ടറി. നമ്മളിപ്പോൾ ഇരിക്കുന്നതാണ് ലാബറട്ടറി. നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന എക്സ്പെരിമെൻറ്റ്, അതാണ് പ്രയോഗം എന്ന് പറയുന്നത്. ആ പ്രയോഗിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ചെയ്യുന്ന മെഡിറ്റേഷൻ, ക്ലീനിങ്, സാധന, നമ്മുടെ ഡയറി റൈറ്റിംഗ്, ഇന്നർ ഒബ്സർവേഷൻ. ദീസ് ആർ ഓൾ കോൾഡ് അതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഫീൽഡ്. ദിസ് ഇസ് ദ ഫീൽഡ് ഓഫ് നമ്മുടെ ഉള്ളിലാണ്. നമുക്ക് ആരോടും കാണിച്ചു തരാനില്ല. ഞാൻ എൻ്റെ ഒറ്റയ്ക്കിരിക്കുന്ന പ്രൈവറ്റ് മൊമെൻറ്റിൽ എൻ്റെ ഉള്ളിൽ ഞാൻ കാണുന്നതാണ് ഫീൽഡ്. ഇതം ശരീരം ക്ഷേത്രം. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവത്ഗീത. ഈ ശരീരമാണ് ക്ഷേത്രം. ക്ഷേത്രജ്ഞം അഹം എന്നാണ് പറയുന്നത്. ഞാനാണ് ക്ഷേത്രജ്ഞൻ. ഞാൻ അതിൻ്റെ ഉള്ളിൽ അറിയുന്ന ആളാണ് ഞാൻ. ഈ ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും ജ്ഞാനം, ഇതാണ് യഥാർത്ഥത്തിലെ ജ്ഞാനം എന്ന് ഭഗവാൻ പറയുന്നു. ക്ഷേത്രത്തിൻ്റെയും സെപ്പറേഷൻ. അപ്പോൾ ഈ ക്ഷേത്രത്തിലുണ്ടാവുന്ന ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ശരീരം വർക്ക് ചെയ്യുന്ന സ്ഥലം, മനസ്സും ക്ഷേത്രമാണ്. എൻ്റെ മനസ്സിലുണ്ടാകുന്ന വേരിയേഷൻസ് അത് ആർക്കും കാണാൻ പറ്റില്ല. എനിക്ക് എൻ്റെ വാക്കിൽ നിങ്ങൾക്ക് നല്ലതായി തോന്നും, പക്ഷേ എൻ്റെ ഉള്ളിൽ എന്താണ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അത് എനിക്കറിയാം. അത് ക്ഷേത്രം, ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് ഫീൽഡ്. അപ്പോൾ ഇതിന്നൊക്കെ ഈ ഫീൽഡിൽ നിന്നൊക്കെ ഹയറായിട്ട് ഒറ്റയ്ക്ക് ഒരാളിരിക്കുന്നുണ്ട്. അതാണ് ക്ഷേത്രജ്ഞൻ. അത് ഒരാളേ ഉള്ളൂ. അതാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ദേർ ഇസ് എ പേഴ്സൺ, വിറ്റ്നസ് ഹു ഈസ് സീയിങ് ഓൾ ദിസ്. ഒരു കഥ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ട് പറയും. ഈ ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ വീട്ടിൽ പോകും. അപ്പോൾ ഗുരുനാഥൻ ശിഷ്യന്മാരോട് പറയാണ്, ഒരു ഗുരുദക്ഷിണ വേണം. ഇപ്പം എന്താ ഗുരുദക്ഷിണ എന്ന് വെച്ചാൽ, ആരും കാണാതെ എന്തെങ്കിലും കൊണ്ടുവരണം. കട്ടിട്ട് കേട്ടിട്ടുണ്ടാവില്ലേ കഥ? കട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് വരും. ഒരു കുട്ടി മാത്രം ഒന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ ഈ കുട്ടിയോട് ഗുരുനാഥൻ ചോദിക്കും, നീ എന്താ ഇത്രയും കാലം പഠിച്ചിട്ട് നിനക്കൊരു സാധനം ഒരു മനുഷ്യൻ കാണാതെ എടുക്കാൻ പറ്റിയില്ല? അപ്പോൾ ഈ കുട്ടിക്ക് അറിയാതെ, ഒരു അങ്ങല്ലേ പറഞ്ഞത്, എല്ലാം കാണുന്ന ഈശ്വരനുണ്ട്. അപ്പം ഞാൻ എവിടെ ചെല്ലുമ്പോഴും അദ്ദേഹം കാണും. എവിടുന്നാണ് കാണുന്നത്? ഞാൻ കാണുന്നില്ലേ തക്കുന്നത്? ആരാ കാണുന്നത്? ഞാൻ. എൻ്റെ ഉള്ളിലുള്ള വിറ്റ്നസ് അതാണ് ഈശ്വരൻ കാണുന്നത്. നമ്മൾ ഈശ്വരനെ വേറെ എവിടെയും കാണില്ല. എൻ്റെ കണ്ണ് തുറന്ന് ഞാൻ കാണും. ഞാൻ കള്ളത്തരം കാണിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് എൻ്റെ ഉള്ളിൽ. വേറെ ആരും കാണേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ദേർ ഇസ് എ ഗോഡ് ഇൻ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിറ്റ്നസ് ഇതിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ആണ്, ഫീൽഡിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതാണ് എക്സ്പീരിയൻഷ്യൽ. അതിന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഫീൽഡിലുള്ള ഈ ചേഞ്ചസ് നമ്മൾ ഒബ്സർവ് ചെയ്യണം. മനസ്സിലായില്ലേ? ഇത് പല ലെവൽസും ഉണ്ട്. ഇപ്പം ഞാൻ ശർമ്മതയോട് സംസാരിക്കുകയാണ്. ഞാൻ ശർമ്മതയോട് സംസാരിക്കുമ്പോൾ ഞാൻ
ഇവിടുത്തെ ഡോക്ടർ എന്നുള്ളവർക്ക്, ഡയറക്ടർ എന്നുള്ളവർക്ക് ഞാൻ സംസാരിക്കും, അല്ലേ? പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ എത്രത്തോളം ശർമ്മതയോട് കെയറിങ്ങോടാണ്, അറ്റൻറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. അത് ഞാൻ ശർമ്മയോട് പ്രജുഡിസോടാണ് സംസാരിക്കുന്നത്. ശർമ്മയോട് സംസാരിക്കുമ്പോൾ മനസ്സിലൊരു ചിന്ത ഉണ്ട്, ആൾ ശരിയല്ല. അങ്ങനെ സംസാരിക്കും. എൻ്റെ വാക്കുകളിലും എൻ്റെ തോട്ട്സിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എവിടെ നിൽക്കുന്നത്? ഞാൻ നിൽക്കുന്നത് ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ മേഖലയിലാണ്. നമ്മൾ ജഡ്ജിയില്ലേ, ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കാമെന്ന് വെച്ചു, നമ്മൾ ഒരിക്കലും പറയില്ല നല്ല ടീം ജയിക്കട്ടെ, പറയുമോ? അതെന്താ കാരണം? ശരിക്കും നല്ല ടീമല്ലേ ജയിക്കേണ്ടത്. നേരെ മറിച്ചിട്ട് ഈശ്വരനാണ് എങ്ങനെ പറയുക? ഈശ്വരൻ്റെ അടുത്ത് ഇന്ത്യ പാകിസ്ഥാനും പോയി പ്രേ ചെയ്യണം. ഇന്ത്യ പറയുന്നു ഇന്ത്യ ജയിക്കണേന്ന് പറയും, പാകിസ്ഥാൻ പറയുന്നു പാകിസ്ഥാൻ ജയിക്കണം. ഈശ്വരൻ ആരെ സൈഡ് ചെയ്യും? സൈഡ് ചെയ്യും? ഈശ്വരൻ സൈഡ് ചെയ്യാൻ പറ്റില്ല. രണ്ട് കുട്ടികൾ തല്ലി പിടിക്കുകയാണ്, ഞാൻ ജയിക്കണം ചെയ്യാം. അപ്പോൾ അച്ഛനും അമ്മ എന്താ പറയുക? നിങ്ങൾ രണ്ടുപേരും എൻ്റെ കുട്ടികളാണ്, യു ഡു ബെസ്റ്റ് അതല്ലേ പറയുന്നത്. ഈശ്വരൻ നിങ്ങൾ കളിക്ക്, ഏറ്റവും നല്ലത് സംഭവിക്കട്ടെ. നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റണം. അതാണ് വിറ്റ്നസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രജുഡിസ് വരുമ്പോൾ നമുക്കത് പറ്റുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് അനുഭവം, എക്സ്പീരിയൻസ്. നമ്മുടെ ഉള്ളിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ എവിടെ നിന്നാണ് കാണുന്നത്, അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതാണ് എഴുതണം, നമ്മൾ നോട്ടിൽ റെക്കോർഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യം തന്നെ റെക്കോർഡ് ചെയ്യണം കുറച്ചായിട്ട്. ഞാൻ എവിടെ നിന്നാണ് കേൾക്കണം, ഈ കേൾക്കണ കാര്യങ്ങൾ ഞാനിപ്പോൾ തന്നെ മുൻവിധിയോടെയാണ് കേൾക്കുന്നത്. ഓ ഡോക്ടർ അവിടെ നിന്ന് എന്താ പറയുന്നത്, പുള്ളിക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ എന്താണെന്ന് പറയുന്നത്, അങ്ങനെയാണോ ചിന്തിക്കുന്നത്? അതോ ഞാൻ പഠിച്ച കഥകളെന്നോ എന്നാണ് പറയുന്നത്? അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് നമ്മൾ തന്നെ എഴുതണം. അങ്ങനെ വരുന്ന മാറ്റം, അതാണ് വിദ്യ എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന നമ്മുടെ ഉള്ളിൽ വരുന്ന വിദ്യ, എഡ്യൂക്കേഷൻ, ഇറ്റ് ഇസ് കമ്മിങ് ഔട്ട്, ലേണിംഗ് പ്രോസസ്സാണ്. നമ്മുടെ ഉള്ളിൽ നിന്നും ശരിയായിട്ടുള്ള നോളജ് കൂടുതൽ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഡയമെൻഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ജോലിക്കാരൻ എന്നുള്ള ലെവലിൽ നിന്ന് മാറിയിട്ട് ഐ എം ഇംപ്രൂവിങ്. ഞാനൊരു മനുഷ്യൻ എന്ന രീതിയിലേക്ക് മാറി, പിന്നെ ഞാനൊരു ഡിവൈൻ തലത്തിലേക്ക് മാറി. ഞാൻ മാറുകയാണ്. ഒരു പേഷ്യൻ്റ് വരികയാണ്, പേഷ്യൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്, പേഷ്യൻ്റ് അസുഖമായിട്ട് വരികയാണ്. ഞാൻ ഡോക്ടർ എന്ന നിലയ്ക്ക് പേഷ്യൻ്റെ ചികിത്സിക്കുന്നു, അസുഖം മാറാൻ ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. പിന്നെ അയാൾ നമുക്ക് കൺസേൺ ഇല്ല, കാറ്ററാക്ട് സർജറി ചെയ്തു, 6 എക്സിഷൻ്റെ പൊക്കോ. അയാൾ വിളിച്ചു പറയുകയാണ് ഇറിറ്റേഷൻ, വേദന ഉണ്ട്, ഇറിറ്റേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അടുത്തുള്ള ഡോക്ടറെ കാണിക്കും. നമുക്കൊരു കൺസേൺ ഇല്ല. നേരെ ഒരു മനുഷ്യനാകുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, അതെൻ്റെ ബന്ധുവാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, നമ്മൾ എന്ത് പറ്റി എന്ന് നമുക്ക് തോന്നില്ല. അപ്പോൾ നമ്മൾ ഹ്യൂമെയിനായി. അപ്പോൾ നമുക്ക് കൺസേൺ വരും, ചിലപ്പോൾ നമുക്ക് ടെൻഷൻ വരും, ജോലിക്ക് ടെൻഷൻ. ഇനി എനിക്ക് വരും പറ്റുണ്ടാവും, ആ ഡോക്ടർ ആ പേഷ്യൻ്റ് വേദന ഉണ്ട്, ഇനി അയാൾ പോയി വല്ല കേസിലും കൊടുക്കും, പ്രോബ്ലം ആവും. ഇതാണ് നമ്മുടെ മനസ്സിൽ വരിക. കുറച്ചും കൂടി ഹയർ ആയിട്ടില്ല, നമ്മൾ ഈശ്വരൻ്റെ തലത്തിലാവുമ്പോൾ എന്താ പറയുക, നമുക്കറിയാം ഐ ഡൺ മൈ ബെസ്റ്റ്. നമുക്ക് അവിടെ നിന്നുകൊണ്ട് സ്നേഹത്തോടെ സംസാരിക്കാൻ സാധിക്കും, പ്രശ്നം കേൾക്കാൻ സാധിക്കുന്നു, നമുക്ക് സൊല്യൂഷൻ ഓഫർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ സെൽഫിഷ്നെസ് അവിടെ വരാതെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. സെൽഫിഷ്നെസ് ഉള്ളപ്പോൾ നമ്മൾ നുണ പറയും, കളവ് പറയും, അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ നിന്നും എഡ്യൂക്കേഷൻ്റെ ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ എത്രത്തോളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എവിടെയാണ് കാണുന്നത്? എക്സ്പീരിയൻസ് ഇൻ വൺസ് ഓൺ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തിലാണത് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന മാറ്റങ്ങൾ, നമ്മൾ ഈ വരുന്ന ട്രാൻസ്ഫോർമേഷൻ, എൻ്റെ ഉള്ളിൽ വരുന്ന ഈ ചേഞ്ചസ്, ഞാൻ ഐ ആം ബിക്കമിങ് ബെറ്റർ ആൻഡ് ബെറ്റർ. എനിക്ക് ഇന്നത്തെ മാതിരിയല്ല, എനിക്ക് ഇന്ന് കൂടി കുറച്ചും കൂടിയും ബാലൻസ്ഡ് ആയിട്ട് പെരുമാറാൻ സാധിക്കുന്നു. നമ്മൾ ഒരു ഒക്കേഷൻ എടുക്കുക, ഇന്ന് നമുക്ക് എന്തോ ഒരു കാര്യം ഉണ്ടായി, നമുക്ക് ദേഷ്യം വന്നു, ഇറിറ്റേഷൻ വന്നു. നാളെ സിമിലർ ഒരു പ്രശ്നം വന്നു, നമുക്ക് ദേഷ്യം വന്നില്ല, അത് ചേഞ്ചല്ലേ? അതൊരു ചേഞ്ചല്ലേ? അപ്പോൾ നമുക്ക് തംസപ്പ് സൈഡ്, ഞാൻ ജയിച്ചു എന്നുള്ളൊരു അത് പറയാം. അതാണ് അങ്ങനെ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം വരും. നമുക്കെപ്പോഴും വെയ്ത്ത് വരുന്നപ്പോഴാണ് നമ്മൾ റിസൾട്ട് കാണുമ്പോഴാണ്. പുറത്ത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് ഒരു സ്കൂൾ പഠിക്കും, നല്ല സ്കൂളാണെന്ന് എങ്ങനെ മനസ്സിലായി, പഠിച്ചിട്ട് നല്ല മാർക്ക് കിട്ടുമ്പോൾ നല്ല സ്കൂളാണ്, നല്ല ടീച്ചറാണ്. അതുപോലെ ഇവിടെ നമുക്ക് വിശ്വാസം വരും, നമ്മുടെ ഉള്ളിലുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് വിശ്വാസം വരും. അല്ലയോ എനിക്ക് ആ അമ്പലത്തിലാണ് വിശ്വാസം, ഈ ദൈവത്തിലാണ് വിശ്വാസം, അവിടെ പോയി എനിക്കൊന്നും കിട്ടിയില്ല, ഇവിടെ പോയപ്പോൾ കുറേ കിട്ടി. അപ്പോൾ നമ്മൾ ഒന്നിനും വിശ്വസിക്കത്തില്ല എന്നാണ്. നമ്മൾ എന്താ നോക്കുന്നത്, എന്തോ പുറമേയുള്ള റിസൾട്ട്സിനാണ് നോക്കുന്നത്. നമ്മൾ ഉള്ളിലുള്ള ചേഞ്ചിലാണ് നിരീക്ഷിക്കുന്നത് വെച്ചാൽ ഡെഫിനറ്റായിട്ടും നമുക്ക് നമ്മുടെ വിശ്വാസം ഡെവലപ്പ് ചെയ്യും, അല്ലേ? പുറത്തല്ല മാറ്റങ്ങളുണ്ട്, ഉള്ളിലാണ് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ലേണിംഗ് എന്നുള്ള ഈ ഭാഗം, അപ്പോൾ അപ്രോച്ചാണ് ആദ്യത്തെ കാര്യം. നമ്മൾ അപ്രോച്ച് ഇൻറ്റേർണൽ, ഉള്ളിലേക്കാണ് അപ്രോച്ച്. ഈ പഠിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിക്കുന്നത് ലേണിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ പതഞ്ജലി മഹർഷി. ലേണിങ്ങിനെ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തത്. ഒന്ന് തന്നെ പ്രത്യക്ഷ അനുമാന.
പ്രത്യക്ഷം ഡയറക്റ്റ് പെർസെപ്ഷൻ. ഒരു ഉദാഹരണം പറയുമ്പോൾ ഡയറക്റ്റ് പെർസെപ്ഷൻ നമ്മുടെ എക്സ്പീരിയൻസിൽ ഡയറക്റ്റായിട്ട് ഒരു അറിവ് എനിക്ക് ഡയറക്റ്റായിട്ട് പെർസെപ്ഷൻ. നമ്മളൊരു ഇത് കണ്ടു സാധാരണ ജീവിതത്തിൽ, നമ്മൾ ഒരു ആക്സിഡൻറ്റ് കണ്ടു, ദൃക്സാക്ഷി എന്ന് പറയും അല്ലേ, ദൃക്സാക്ഷി ഒരു ആക്സിഡൻറ്റ്. അപ്പോൾ പോലീസ് ചോദിക്കുക നീ കണ്ടോ? ഞാൻ കണ്ടു, സാക്ഷി. അപ്പോൾ നമ്മൾ സാധാരണ നിലയ്ക്ക് അതിനെ ഡയറക്റ്റ് പെർസെപ്ഷൻ എന്ന് പറയും അല്ലേ. ഞാൻ കണ്ടു, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അനുമാനം എന്ന് പറഞ്ഞാൽ എന്തായാലും ആരോ പറഞ്ഞു അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, സീതാങ്കുള്ളിയിലൊരു സാൻഡ് ഊഹം. അപ്പോൾ ആ ആക്സിഡൻറ്റ് ഭയങ്കര ആക്സിഡൻ്റ് ആയിരുന്നു, ബസ് കാർ ഇടിച്ച് തവിട് പൊടി. അപ്പോൾ നമ്മുടെ തവിട് പൊടിയായ ബസ് ഒരു ഇത് ഒരാൾ ഇടിച്ച് കൈകാലം ഒടിഞ്ഞ് കിടക്കുന്ന സീൻ, അതാണ് അനുമാനം. അപ്പോൾ ഇത് രണ്ടും പ്രത്യക്ഷവും അനുമാനം. ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വളരെ സിമ്പിളാണ്, സ്പിരിച്വലായത് അത്ര ഈസി അല്ല. അപ്പോൾ അതുകൂടാണ്ട് തേർഡ് ഒരു കാര്യമുണ്ട്, നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം അറിയാം. നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടില്ല. ഇപ്പോൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ഓക്സിജൻ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? നമ്മൾ കണ്ടിട്ടില്ല, അനുഭവിച്ചില്ല, പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നു. കാരണം എന്താണ്, ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജനാണ്, അത് 2 ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്ത് ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടായി, അതാണ് നമ്മൾ ശ്വസിക്കുന്നത്. അതാണ് പ്രമാണം എന്നത്. നമ്മൾ ആരാണ് പ്രമാണമായിട്ട് എടുക്കുന്നത്? അതോറിറ്റി. ദർ ഇസ് എൻ അതോറിറ്റി ടെല്ലിങ് ദാറ്റ് ദിസ് ഇസ് ദ തിങ്. മാത്തമാറ്റിക്സ് ആക്സിയംസ്, തിയറംസ്, ഫിസിക്സ് തിയറീസ്, സയൻറ്റിഫിക് തിയറീസ് ഒക്കെ പ്രമാണങ്ങളാണ്, നമ്മുടെ ഉള്ളിൽ റെഫറൻസസ് ആണ്. അതുപോലെയാണ് സ്പിരിച്വൽ ശാസ്ത്രങ്ങൾ. നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ്, ഗീത, ഖുറാൻ, ബൈബിള്, അല്ലെങ്കിൽ ഭഗവത്ഗീത എല്ലാം ഉണ്ടല്ലോ, ഭാഗവതം, പുരാണങ്ങൾ, ഇതൊക്കെ പ്രമാണങ്ങളാണ്. നമ്മൾ അതുകൊണ്ടാണ് അതിലങ്ങനെ പറയുന്നു, വേദത്തിൽ അങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നു ഇല്ലേ. എൻ്റെ പ്രമാണം വേദമാണ്, ഋഗ്വേദത്തിൽ വിശ്വസിക്കുന്നു, ഇങ്ങനെ ആൾക്കാരല്ലേ പ്രമാണം. അപ്പോൾ നമ്മൾ ഇപ്പോഴതും സത്യമാണെന്നില്ല. കാരണം പ്രമാണം ഒരു കാലത്തുള്ളത് അടുത്ത കാലത്ത് ആവണമെന്നില്ല, ഇക്കാലത്തുള്ളത് അടുത്ത കാലത്ത് സംഭവിക്കണമെന്നില്ല. എപ്പോഴും കറക്റ്റ് ആവുന്നത് ഏതാണ്? ഡയറക്റ്റ് പെർസെപ്ഷൻ അല്ലേ. എപ്പോഴും കറക്റ്റ് ആവുന്നത് പ്രത്യക്ഷമാണ് എപ്പോഴും കറക്റ്റ് ആവുന്നത്. മറ്റതൊക്കെ പോകുമ്പോൾ അപ്പോൾ പ്രത്യക്ഷമായിട്ടുള്ള ഒരു അറിവിലേക്ക് എത്താനാണ് നമ്മൾ എഡ്യൂക്കേഷൻ. നമ്മളിപ്പോൾ സൈക്കിൾ ചവിട്ടുന്നതിനെ പറ്റി തിയറി പഠിച്ചു, സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ വീഡിയോ കണ്ടു, സൈക്കിൾ ചവിട്ടുന്നത് എങ്ങനെയാണ് മനസ്സിലായി, അതുകൊണ്ട് മതിയായോ? അനുമാനമായി പ്രത്യക്ഷമായി സൈക്കിൾ ചവിട്ടിയാൽ വേഗത്തിൽ സ്പീഡ് ഇത്ര പോകാമെന്നൊക്കെ പഠിച്ചു, അത് കാര്യമില്ല. പ്രത്യക്ഷമായിട്ട് സൈക്കിൾ ചവിട്ടണം, അതുവരെ അത് എൻ്റെ നോളജ് ആയിട്ടില്ല. കറി വയ്ക്കാൻ പുസ്തകം വായിച്ചു, അമ്മ വയ്ക്കുന്നത് കണ്ടു, യു ഹാവ് ലോട്ട് ഓഫ് മെൻ്റൽ എക്സസൈസ് ചെയ്ത് കാര്യമില്ല, ഇത് വയ്ക്കുമ്പോഴേക്കും മാറിപ്പോകും. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് പെർസെപ്ഷൻ. മെറ്റീരിയൽ ലെവല്. സ്പിരിച്വൽ ലെവലിൽ ഇതിന് വേറെ ലെവലുണ്ട്, ഡയറക്റ്റ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഉള്ളിൽ പല ലെവൽസ് ഉണ്ട്. ജഡ്ജ്മെൻറ്റ്, ഒബ്സർവർ, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് അടുത്ത പടമാണെന്ന് നോക്കട്ടെ. നമ്മളിത് നമ്മുടെ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗാന്ധി സെഷനിൽ കാണിച്ചു. എന്താ കാണുന്നത്? നമ്മളന്ന് ചോദിച്ചാണ്. നമ്മളൊരു സ്കൂട്ടർ പോകുന്നു, എന്താ കാണുന്നത്? ഓക്കെ, ഒരാൾ പറയുന്നു ഫാമിലി. നമ്മൾ അന്ന് തന്നെ പറഞ്ഞു സെയിം. വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? ബൈക്കിൽ പോകുന്നു, 5 മെമ്പേഴ്സാണ് പോയി. ഓക്കെ, എനിത്തിങ് മോർ? അതിന് മുകളിൽ ഓരോന്ന് ആഡ് ചെയ്യാണ് അല്ലേ. ബൈക്കിൽ പോകുന്നു, ഇപ്പോൾ ഒരു നമ്മൾ സ്ട്രീറ്റ് ലൈറ്റാണ് നോക്കുന്നത്, റോഡ് അല്ലെങ്കിൽ സൂര്യൻ ഇത് കാണുന്നു. സൂര്യൻ വിറ്റ്നസ് ചെയ്യണം, ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. വിറ്റ്നസ് ആകുമ്പോൾ തന്നെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. വിറ്റ്നസ് തന്നെ കണ്ടു, വെളിച്ചം കൊടുക്കുന്നത് വിറ്റ്നസ് അല്ല, വിറ്റ്നസിൻ്റെ അപ്പുറമാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് വിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു, ഞങ്ങൾ എങ്ങനെ സ്കൂട്ടർ പോകുന്നതുകൊണ്ട് 4 ആൾക്കാർ ഇരിക്കുന്നുണ്ട്, വിറ്റ്നസ്. മനസ്സിലായില്ലേ? ഒബ്സർവേഷൻ. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുകയാണ് അതിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു, എത്ര വലിയ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ യു ആർ ഒബ്സർവിങ്. അപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് ഇതൊരു കുട്ടിയാണെന്ന്. അത് കുട്ടിയൊന്നും ആവണമെന്നില്ല, ബാക്കിലുള്ള ആൾക്കാർ ചിലപ്പോൾ പ്രായമുള്ള ആൾക്കാർ, ചെറിയൊരാളായിരിക്കാം, പറയാൻ പറ്റില്ല, ആണാണോ പെണ്ണാണോ ഒന്നും അറിയില്ല. 2 ആൾ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്, കുടുംബാംഗങ്ങളെ പറഞ്ഞു. ആരാ പറഞ്ഞു ഫാമിലിയാണെന്നത്? ഫാമിലി ഒന്നും ആവണമെന്നില്ല, ആരോ വീട്ടിൽ നിന്ന് വഴിയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അത് ഒബ്സർവേഷൻ. അടുത്ത സ്റ്റേജ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ആളത്ര ശരിയല്ലാന്ന് തോന്നി. ആ മുമ്പിലിരിക്കുന്ന ആൾ ശരിയല്ലാന്ന്, അവന് കുറച്ച് കള്ളനാണ്, ഞാൻ മുമ്പേ അയാൾ അങ്ങനെ കൊണ്ടുവന്ന് കണ്ടിട്ട്, അപ്പോൾ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചേഞ്ച് ഓഫ് പെർസെപ്ഷൻ. അപ്പോൾ അപ്പോൾ ഡയറക്റ്റ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് വിറ്റ്നസിൻ്റെ അപ്പുറം, സാക്ഷിഭാവം എന്ന് പറയും. സാക്ഷിഭാവത്തിൻ്റെ അപ്പുറമാണ്. നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റും കൂടാതെ ഒരു സാരത്തിന് ഒരു ലൈറ്റ് അടിക്കുമ്പോൾ, ഒരു പുസ്തകം ഇരിക്കുകയാണ്, ലൈറ്റ് ഇസ് ഫോളോയിങ് ഓൺ ദ ബുക്ക്, ലൈറ്റ് ഇസ് നോട്ട് കൺസേൺ വിത്ത് ദ ബുക്ക്, അല്ലേ? മനസ്സിലായില്ലേ? ലൈറ്റിന് അതിനെ കൺസേൺ ഒന്നുമില്ല. അല്ലെങ്കിൽ ഒരു കത്തി അവിടെ കിടന്നു, വെളിച്ചം ആ കത്തി കാണിച്ചു കൊടുക്കുന്നു, വെളിച്ചത്തിന് കത്തിയായിട്ടൊരു പ്രയോജനം. ഇവിടെ ഒരാൾ ആ കത്തി കാണുമ്പോൾ ആ കത്തി കൊണ്ട് പ്രയോജനമുണ്ട്, ആ കത്തി എടുക്കുന്നു കയ്യിൽ, ഈ സ്റ്റാർട്ട്സ് യൂസിങ്. അപ്പോൾ ഒബ്സർവർ കടന്നു വന്നു. അപ്പോൾ അതാണ് വിറ്റ്നസ്സും ഒബ്സർവറും. മനസ്സിലായില്ലേ? വിറ്റ്നസ്സിന് അപ്പോൾ ഡയറക്റ്റ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സീയിങ് ആസ് ഇറ്റ് ഇസ്. ഒരു തരത്തിലും നമ്മുടെ കളങ്കങ്ങളില്ലാതെ ഒരു കാര്യത്തെ അങ്ങനെ തന്നെ കാണാം. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണുകയാണ്, നിങ്ങളെ ജസ്റ്റ് ഒരു മനുഷ്യനായിട്ട് കാണുന്നു. എനിക്ക് നിങ്ങളുടെ പാസ്റ്റ് അറിയില്ല, പ്രസൻറ്റ് അറിയില്ല, ഫ്യൂച്ചർ അറിയില്ല, പ്യുവറായിട്ട് കാണാം. നിങ്ങളൊരു മനുഷ്യനാണ്. അപ്പോൾ ഒരു പുതിയ ഒരാൾ കടന്നു വരിക, ജീവിതത്തിൽ കടന്നു വരിക എന്ന് അറിയിച്ചു, സംബഡി ഈസ് കമ്മിങ്, ന്യൂ പേഴ്സൺ ഈസ് കമ്മിങ്. നമ്മളങ്ങനെയാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ. നല്ല മനുഷ്യനാണ് പറയും, അല്ലേ? നല്ലൊരു മനുഷ്യനാണ്. എപ്പോൾ എങ്ങനെ മനസ്സിലായി നല്ല മനുഷ്യനാണ്? അന്ന് കുറച്ച് ചിരിച്ചു, നല്ല മനുഷ്യൻ. രണ്ടാമത്തെ ദിവസം അയാളെ പറ്റിയിട്ട് നമ്മുടെ കൂടെയുള്ള ആൾ ഒരു ഒബ്സർവേഷൻ പാസ്സാക്കി. അയാൾ ഇന്നലെ ഉണ്ടല്ലോ, അയാൾ അവിടെ വെച്ച് പാടാൻ. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഇമ്പാക്റ്റ് വന്നു. നെക്സ്റ്റ് ടൈം വെൻ ഹി കംസ്, ഓ കണ്ണ് മാറി, അത്ര നല്ല മനുഷ്യനല്ല. 3rd ഡേ 4th ഡേ 5th ഡേ 6th ഡേ മാറി. അപ്പോൾ സ്ട്രേഞ്ചേഴ്സിന് നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്, സ്ട്രേഞ്ചേഴ്സ്. അപ്പോൾ അതാണ് ഈ പലർക്കും അബദ്ധം പറ്റുന്നത്. ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയും, നമ്മൾ ചേറി ചേർന്ന് ഇഷ്ടപ്പെടും, അത് പലപ്പോഴും അപകടവും. പിന്നെ പ്രെജുഡിസസ് കടന്നു വരും. പക്ഷേ ആ ഫസ്റ്റ് ഇംപ്രഷൻ, സ്നേഹത്തിൻ്റെ ഇംപ്രഷൻ എപ്പോഴും നിലനിർത്താന്നല്ലേ ചോദിക്കും. മുമ്പിലുള്ള ആൾ എന്തായാലും എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ബോധമില്ല, ഞാനത് കാണുന്നില്ല. രമണ മഹർഷിയുടെ ഒരു കഥ കിട്ടണം. രമണ മഹർഷി ഞാൻ പറഞ്ഞിട്ടോ അറിയില്ല, ഒരിക്കലും രമണ മഹർഷിനെ കിട്ടുന്നുണ്ടോ? തിരുവണ്ണാമല എന്നുള്ളൊരു സ്ഥലത്ത് രമണ മഹർഷി മഹാനായിട്ട് 1950 സമാധിയായി. വായിച്ചു കൂടെ രമണ മഹർഷി? അദ്ദേഹം ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല. രമണ മഹർഷി അവിടെ പുറത്തേക്ക് പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കള്ളം കയറിയിട്ട് പോലീസ് പിടിച്ചു വിട്ടു. കള്ളം കയറിയെന്നുണ്ട്. അപ്പോൾ രമണ മഹർഷിയോട് ചോദിച്ചു, കംപ്ലയിൻറ്റ് വല്ലതും ഉണ്ടോ ചോദിച്ചു. രമണ മഹർഷി എനിക്കൊരു കംപ്ലയിൻറ്റും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാർ ഈ കള്ളനോട് ചോദിച്ചു, നിങ്ങളെന്താ ചെയ്തത്? അപ്പോൾ ഞാൻ ഈ ആശ്രമത്തിൽ കയറി കുറേ തപ്പി, ഒന്നും കിട്ടിയില്ല, എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു, ഞാൻ ഇയാളെ തൂണുമ്മ കെട്ടിട്ട് അടിച്ചു, ചാട്ടമാറിട്ട് അടിച്ചു രമണ മഹർഷിനെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ രമണ മഹർഷി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കയറൊന്ന് അഴിച്ചു തരുമോ? എന്നിട്ട് ഇനി ഊണ് കഴിച്ചിട്ട് പോയാൽ, നിങ്ങളുടെ ദേഷ്യമൊക്കെ മാറിയോ, ഇനി നമുക്ക് ഊണ് കഴിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ രമണ മഹർഷി അയാൾ കാണുന്നത് എന്താണ്? ഒരു മനുഷ്യൻ, അയാൾക്ക് എന്തോ ദേഷ്യം വന്നു, അയാൾക്ക് ഉള്ളിലൊരു ഇതില്ല, അമ്മേനെ പൊട്ടിപ്പിച്ചുക, മാന്തുക, ഒന്നും തോന്നാത്ത പോലെ. അതാണ് പ്യുവറായിട്ടുള്ള വിറ്റ്നസ്. നമ്മൾ ഈശ്വരനെ പഴിചായിരുന്നു, ഇല്ല ഈശ്വര എന്നെ ഇങ്ങനെ, ഞാൻ ഇത്രയൊക്കെ പൂജിച്ചിട്ട് എന്നെ ഇങ്ങനെ ഇതൊന്നും ചെയ്തില്ലല്ലോ അല്ലേ, പറയില്ലേ? ഇങ്ങനെ എനിക്ക് മാർക്ക് കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് പുഷ്പാഞ്ജലി തരാം, മാർക്ക് കിട്ടിയില്ലെങ്കിലോ പുഷ്പാഞ്ജലി ഇല്ല, പൂജയില്ല. അപ്പോൾ ഈശ്വരൻ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരു സെർവൻറ്റ്, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഒരിക്കലും ഈശ്വരനില്ല. ഞാൻ പൈതൃകം എന്നുള്ള സിനിമേൻ്റെ ഒരു എക്സാമ്പിൾ വരും. പൈതൃകം എന്നുള്ള സിനിമയിൽ നരേന്ദ്രപ്രസാദ് ഒരു ഇതാണ്, തന്ത്രിയാണ്, പൂജയൊക്കെ കണ്ടിട്ടോ? നല്ല സിനിമയാണ്. അതിൽ സുരേഷ് ഗോപി മകനാണ്. സുരേഷ് ഗോപി കമ്മ്യൂണിസ്റ്റുകാരാണ്, നിരീശ്വരവാദി, ലെഫ്റ്റിസ്റ്റാണ്. അപ്പോൾ സുരേഷ് ഗോപി കുട്ടീനെ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അച്ഛനോട് പറയുകയാണ്, ഞാൻ എൻ്റെ മകനെ ഒരു മനുഷ്യനായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായത്? അപ്പോൾ നരേന്ദ്രപ്രസാദ് എന്താ പറഞ്ഞു, ഞാൻ അങ്ങനെ ആലോചിച്ചില്ലല്ലോ മോനെ. മനസ്സിലായി? ഞാൻ ഐ ഡിഡ്ന്റ് ഹാവ് സച്ച് ഡിഫറൻസ് ഉണ്ട്. ഇവനെ കമ്മ്യൂണിസ്റ്റുകാരനായപ്പോഴും ഇയാളൊന്നും ചെയ്തിട്ടില്ല, കമ്മ്യൂണിസ്റ്റുകാരനാവണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സുരേഷ് ഗോപിക്ക് പൂജ ഇഷ്ടമല്ല, ഈ എതിർത്തു. മനസ്സിലായില്ലേ? അപ്പോൾ കാരണമില്ലാതെ. അപ്പോൾ അച്ഛന് ആ ഡിഫറൻസ് ഇല്ല, അച്ഛന് അവന് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്തോട്ടെ, ഞാനിത് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള ഒരു ഭാവം, സ്നേഹത്തിൽ അത് വരുന്നു. മനസ്സിലായില്ലേ? ഉള്ളിലെ സ്നേഹത്തിൻ്റെ ഭാവം. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിന് ഡയറക്റ്റ് പെർസെപ്ഷൻ, നമുക്ക് ഈ ഡയറക്റ്റ് ഒരാളെ ശരിക്കും മനസ്സിലാവുന്നത് അയാളുടെ ഉള്ളിലെ ഹൃദയം നോക്കിയിട്ടാണ്. ഇയാളൊരു മനുഷ്യനാണ്, ഇയാൾ നന്നാവും. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഡിവൈൻ പൊട്ടൻഷ്യൽ ഉണ്ട്, നന്നാവും. ഐ നെവർ ലൂസ് ഫെയ്ത്ത് ഇൻ എ ഹ്യൂമൻ ബീങ്. മഹാത്മാഗാന്ധിജി പറഞ്ഞാൽ, എനിക്ക് മനുഷ്യരിൽ വിശ്വാസം നഷ്ടപ്പെടില്ല.
ഒരു മനുഷ്യൻ നന്നാവും. അതിപ്പോൾ ആരായാലും ഒന്നാളായാലും വേണം നന്നാവും. അപ്പോൾ കാരണം അയാളുടെ ഉള്ളിലിരിക്കുന്നത് സീഡ് ഓഫ് ഡിവിനിറ്റിയാണ്. അത് നന്നാവും. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് പൊളിഞ്ഞിട്ട് പുറത്തേക്ക് വരും. അത് ഡയറക്റ്റ് പേഴ്സൺ, അതാണ് ഹാർട്ട്ഫുൾനെസ്. നമ്മൾ ആരെ കാണുമ്പോഴും നമുക്ക് അവരുടെ ഉള്ളിൽ നന്മേനെ കാണാനും നന്മേനെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനും, അതിനാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റ് പെർസെപ്ഷൻ വരുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇപ്പോൾ കണ്ണടച്ചിരുന്നു, മെഡിറ്റേറ്റ് ചെയ്തു, എന്താ സംഭവിച്ചിരിക്കും? നമ്മൾ ആരെ കാണുന്നത് കണ്ണടച്ചിരിക്കുന്നത്? നമ്മളെയാണ് കാണുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ ആക്ച്വലി നമ്മളെ കാണുന്നു. സൈലൻസായി കണ്ണടച്ചു, എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, വിഡ്രോയിങ്, ഹൃദയത്തിലേക്ക് നോക്കി, അവിടെ ദിവ്യതയിലേക്കാണ്. ദിവ്യത സോഴ്സ് എന്താണ്? യഥാർത്ഥത്തിലുള്ള ഞാൻ എന്നെ കാണാമോ? കണ്ടു. VIP, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ മൈ ലൈഫ് ഇസ് മൈസെൽഫ്, ഞാൻ തന്നെ. അത് ഡയറക്റ്റ് പെർസെപ്ഷൻ വരുമ്പോഴേക്കും നമുക്ക് സന്തോഷം കിട്ടും, സമാധാനം കിട്ടും. ഇതാണ് ഞാൻ. നമുക്കപ്പോൾ ഒരു സന്തോഷം വരും, ഇതാണ് ഞാൻ. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോഴും കൂടിയും ഈ ഫീൽ ഉണ്ട്, നമ്മളൊക്കെ ഇത് തന്നെയാണല്ലോ. അപ്പോൾ ഒരു ആരോട് ദേഷ്യമില്ല, കണ്ണ് തുറക്കുമ്പോൾ കുറച്ച് നേരം അതേ ഫീൽ ഉണ്ടാവും. എല്ലാവരും സ്നേഹത്തോടെ നിൽക്കും. പുറത്തു പോകുമ്പോൾ പിന്നെയും പഴയ പോലെ തന്നെയാവും. അപ്പോൾ അതുമാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. നമ്മൾ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ട്, അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡയറക്റ്റ് പെർസെപ്ഷൻ. പിന്നെയുള്ളതൊക്കെ സെക്കൻഡറി ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നതൊക്കെ മറ്റുള്ള ഭാഗങ്ങളാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡയറക്റ്റ് പെർസെപ്ഷനാണ്. ബാക്കിയുള്ളതെല്ലാം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എവറിത്തിങ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മളൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണം അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പെർസെപ്ഷന് ടൈം കൊടുക്കണം എപ്പോഴും. മെഡിറ്റേഷൻ, റിമൈനിങ് ഇൻ സൈലൻസ്, ഇന്നർ കണക്ഷനൊക്കെ നമ്മൾ ഓൾവേസ് വിൽ ഹാവ് ടൈം, കുറച്ച് ടൈം പോസ് ഒക്കെ ടൈം കണ്ടെത്തും. അത് കഴിഞ്ഞിട്ട് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യണം. പേഴ്സണൽ ഒബ്സർവേഷനിൽ നമ്മൾ റെഫറൻസ് ഡയറിയിൽ നോട്ട് ചെയ്യണം. എന്നിട്ട് ഡെയിലി നമ്മൾ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് അത് കമ്പയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെഗുലർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ള ആ സ്നേഹത്തിൻ്റെ ആ പൊട്ടൻഷ്യൽ, നമ്മുടെ ഉള്ളിലൊക്കെ നേരത്തെ പറഞ്ഞ മനുഷ്യൻ ഡിവിനിറ്റി ഉണ്ട്. അതിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ആ സീഡ് ഫോമിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് അനുവദിക്കുക. നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മളതിന് സമയം കൊടുക്കുന്നില്ല. നമ്മളെപ്പോഴും ജോലിയിൽ തിരക്കിലാണ്, നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ പൊട്ടൻഷ്യൽ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഹാബിറ്റ്സ് എന്താണ്, ലൈഫ് സ്റ്റൈൽ എന്തൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. കുറച്ച് നേരം നമ്മുടെ ഉള്ളിൽ നിന്ന് നോക്കണം. ഞാൻ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്, ഞാൻ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എനിക്ക് നന്നാവാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റാത്തത്, എന്തൊക്കെയാണ് എൻ്റെ ഉള്ളിലുള്ള പ്രോബ്ലംസ് കറക്റ്റ് ചെയ്യണം. ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്യണം. ഞാനിപ്പോഴത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ്, അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വരുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്ത് എന്തൊക്കെ പോയിന്റുകൾ നോട്ട് ചെയ്യാം. അപ്പോൾ ആ തരത്തിലാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിസ്ഡം വരും. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന്, ലോകത്തിന് കുറ്റം പറയുന്നതിന് പകരം ഉള്ളിൽ കറക്ഷൻ കൊണ്ടുവരാൻ തുടങ്ങും. അപ്പോഴാണ് വണ്ടർ, നമ്മുടെ ഉള്ളിൽ അത്ഭുതം വരും. കാരണം എനിക്ക് ഇത്രയൊക്കെ സാധ്യതകൾ എൻ്റെ ഉള്ളിലുണ്ട് നന്നാവാൻ എന്നുള്ളൊരു അത്ഭുതം എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യും. ആ വണ്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ഉള്ളിൽ നമ്മളെപ്പോഴും ഒരു സംശയമാണ്. അപ്പോൾ ആരെങ്കിലും പറയുകയാണ് നിനക്കും അത് പറ്റും എന്നാൽ നമ്മൾ എനിക്ക് പറ്റുമോ ഇല്ലേ? നീ സ്റ്റേജിൽ വന്ന് സംസാരിക്കുക. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറ്റില്ല. എന്താ കാരണം? ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തിട്ടില്ല, മിനിയാന്ന് അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ഞാൻ സംശയിക്കണം. സംശയാത്മാ വിനശ്യതി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. സംശയമുള്ള ആൾ നശിക്കുന്നതാണ്. വിനശ്യകൻ അയാൾക്ക് ഒരിക്കലും ഉയർച്ചില്ല. ഈ ലോകത്തിലും അടുത്ത ലോകത്തിലും സംശയമുള്ള ആൾക്കാർക്ക് സമാധാനം കിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ സംശയത്തിൽ നിന്ന് വണ്ടറിലേക്ക് തിരിയണം. ഒരു കുട്ടിയുണ്ടല്ലോ, കുട്ടിയോട് വന്ന് ഡാൻസ് കളിക്കുക, ഇവിടെ നിന്ന് കളിക്കും. നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ട് ഒരു പാട്ട് പാടാന്നുള്ളത് അവൻ ABCDEFG പാടും. അവർ കേൾക്കുന്ന ആൾക്കാർക്ക് സന്തോഷം ഉണ്ടോന്നൊന്നുമില്ല, അവർ ഹാപ്പിയായിട്ട് പാടും. എന്താ അവർക്ക് വണ്ടറാണ്. അവർ എല്ലാ ദിവസവും ഡിസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഡെയിലി ഒരു പുതിയൊരു അനുഭവം വരുമ്പോൾ ഷൈനസ് എടുത്ത് കളയണം. നമ്മുടെ ഉള്ള സങ്കോചം, നാണം എടുത്ത് കളയണം. നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെ കാലത്തേക്ക് വരാറ്. നമ്മുടെ ഉള്ളൊരു ഈഗോ ഉണ്ട്. എൻ്റെ കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ എവിടെയും ഒളിഞ്ഞ് ബാക്കിൽ ഇങ്ങനെ ഇരിക്കും. ചോദ്യം ചോദിക്കുമ്പോഴേക്കും തല ബാക്കിലേക്ക് പോകും അല്ലേ, എന്നെ കാണണ്ട എന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്ക് പോകും. എന്താ കാരണം? എനിക്ക് എന്നെ കണ്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ അറിയില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. അങ്ങനെയല്ലേ എനിക്ക് മാറാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് അതിനുള്ളൊരു ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഉള്ളിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ലേണിംഗ് കഴിഞ്ഞു, 'പൊന്നർ' പൊട്ടൻഷ്യൽ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻഗേജ് ചെയ്യണം. 'പൊന്നർ' പൊട്ടൻഷ്യൽ' കഴിഞ്ഞു, 'പൊന്നർ' പൊട്ടൻഷ്യൽ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 'പൊന്നർ' പൊട്ടൻഷ്യൽ' കഴിഞ്ഞു, 'പൊന്നർ' പൊട്ടൻഷ്യൽ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
നമ്മൾ നമ്മുടെ ഈ കിട്ടിയ അറിവുകളെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളുള്ള മാറ്റങ്ങളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം, നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അതിനൊരു പാർട്ട്ണർ, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, നമ്മൾക്ക് അറിഞ്ഞിട്ടുള്ള നല്ല സ്വഭാവം. എൻ്റെ ഉള്ളിലൊരു നല്ല സ്വഭാവം വന്നു, എനിക്ക് ഷൈനസ് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ആരുടെയെങ്കിലും മുമ്പിൽ ഞാൻ സംസാരിക്കണം. അപ്പോൾ ഒരാളെ പിടിക്കുക, ഞാൻ പറ്റി സംസാരിക്കണം, നമുക്ക് പറയുക എനിക്ക് പറ്റുന്നത്. ഒരാളോട് പറഞ്ഞൂടെ, 10 ആളോട് പറഞ്ഞു, ഒരാളോട് പറയും, പിന്നെ 10 ആളുടെ മുമ്പിൽ പറയാൻ പറ്റും. അപ്പോൾ യു ഷുഡ് എൻഗേജ്. നമ്മളെ തന്നെ യൂസ് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും നമുക്ക് സാധിക്കും. ഗ്രാജ്വലി ഈ ഷാക്കിൾസ് പുറത്തേക്ക് വരും. അപ്പോഴത് മനസ്സിലാവുക ശരിക്കും അത്ര മോശക്കാരനല്ല ഞാൻ. നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ പോവും, നമുക്ക് ആരെയും കമ്പാരിസൺ പോവും, നമുക്ക് പിന്നെ ആരെയും കുറ്റം പറയേണ്ട താല്പര്യമില്ല. കാരണം എനിക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ചെയ്യാനുണ്ട്. അതാണ് എൻഗേജിങ്. ഇത് പിന്നെ എക്സസൈസ്. എൻഗേജ് കഴിഞ്ഞ് നമ്മൾ എക്സസൈസ് ചെയ്യണം. നമ്മൾ ലിസണിങ് കപ്പാസിറ്റി ഡെവലപ്പ്, കുറേ കാര്യങ്ങളുണ്ട് ഈ എക്സസൈസിൽ. അതിൽ ഏറ്റവും പ്രധാനം എന്താണ്? നമ്മളിപ്പോൾ പറയാൻ പഠിച്ചാൽ മാത്രമല്ല, ലിസൺ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അതിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ പെയർസായിട്ടിരിക്കും. നെക്സ്റ്റ് ടൈം വിൽ ഡു ദാറ്റ് ഫസ്റ്റ് എക്സസൈസ്. പെയറായിട്ടിരിക്കും, ഒരാൾ മറ്റേയാളോട് പറയും, എന്തെങ്കിലും പറയും, എന്തെങ്കിലും തന്നെ പറ്റി പറയും. ഞാൻ ജനിച്ചത് കൊണ്ട് എൻ്റെ പേര് എന്ത് വേണേൽ പറയാം. 2 മിനിറ്റ് പറയും, മറ്റേയാളതൊക്കെ കേൾക്കും. എന്നിട്ട് തിരിച്ച് ഇയാൾ പറഞ്ഞതൊക്കെ അയാൾക്ക് പറഞ്ഞു കൊടുക്കും. ശരിക്കും ഇങ്ങനെ റിവീൽ ചെയ്യാല്ലേ ഞാനിത് പറയുന്നത് നിങ്ങൾക്കൊരു എൻ്റെ മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ രശ്മിയോട് പറയണം, അല്ലെങ്കിൽ ചൈത്രശ്രീയോട് പറയണം എന്നെ പറ്റിയിട്ട്. ഞാൻ ഒരു 2 മിനിറ്റ് പറഞ്ഞു, ഞാൻ നിർത്തി. ചൈത്രശ്രീ അതൊക്കെ എന്നോട് ഇങ്ങനെ പറയണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് 2 മിനിറ്റ് തരും, പിന്നെ അത് 1 മിനിറ്റ് ആകും. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ പറഞ്ഞിരുന്നു, പിന്നെ 30 സെക്കൻഡ് ഉള്ളിൽ. അപ്പോൾ നമ്മൾ എത്രത്തോളം ഗ്രാസ്പ് ചെയ്തിട്ടുണ്ട് മറ്റേ ആൾ പറയുന്നത് തിരിച്ചു തന്നെ നമ്മൾ ലിസണിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അയാൾ പറയുന്നത് അയാൾ സംസാരിക്കും, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല, അയാൾ പറയുന്നത് കേൾക്കണം. അപ്പോൾ അത് നമ്മുടെ ഒരു എക്സസൈസാണ്. അടുത്ത പ്രാവശ്യം ഓക്കെ, 1 മോർ സ്ലൈഡ് കാണിക്കാം അതിന്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റേണ്ട ആവശ്യമുണ്ട്, മനോഭാവം മാറ്റേണ്ട ആവശ്യമുണ്ട്. നമുക്ക് നമ്മുടെ ഈ ലൈഫിൽ വരുന്ന ഈ ഒരു അവസരത്തെ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നമ്മളത് സ്വീകരിക്കണം, മനസ്സിലാക്കണം. കംപ്ലയിൻറ്റ് ചെയ്യുന്നത് നിർത്തണം. നമ്മുടെ ജീവിതത്തിൽ കംപ്ലയിൻ്റ് ഉണ്ട്, എന്ത് പറഞ്ഞാലും നമുക്ക് ഒരു കംപ്ലയിൻ്റ് ഉണ്ടല്ലോ, അത് നിർത്തണം. അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും അതിജീവിക്കാനുള്ളൊരു കഴിവുണ്ടാവും. എനിക്ക് ആ സൗകര്യം ഉണ്ടായില്ല, എനിക്ക് ഈ സൗകര്യം ഉണ്ടായില്ല, ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ സംസാരിക്കാൻ പറ്റാത്തത് അന്ന് എനിക്ക് തലവേദന ആയിട്ടുണ്ടായിരുന്നു, അല്ല അന്ന് ആ റൂം ശരിയായിരുന്നില്ല, അപ്പുറത്തെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. നോ കംപ്ലയിൻറ്റ്സ്, നോ എക്സ്ക്യൂസസ്. ഇതൊക്കെ നമ്മുടെ പ്രോഗ്രസ്സിന് റിട്ടാർഡ് ചെയ്യും. ഡോണ്ട് കംപ്ലയിൻ. നമ്മളവിടെ നിന്നിട്ട് നമുക്ക് പറ്റുന്ന ട്രൈ ഓർ ബെസ്റ്റ്, എവിടെയാണെങ്കിൽ അതിന് പറ്റുന്നത്ര. അപ്പോൾ നമുക്ക് എല്ലാവരെയും എൻഡ്യൂർ ചെയ്യാൻ പറ്റും, എന്തിനേയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അന്തരീക്ഷത്തിൽ ഇവിടെ ഫാനില്ല, AC ഇല്ല, സൗകര്യങ്ങൾ പോരാ, എല്ലാ സൗകര്യമായിട്ട് ഇതൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റും. ഞാനൊരു ഉദാഹരണം പറയണം, വലിയൊരു ഹാൾ കൊടുത്താൽ നമ്മളിതൊക്കെ ചെയ്യുമോ? AC റൂമിൽ ചെയ്യാൻ പോകുന്നില്ല, അപ്പോഴും ചെയ്യില്ല, വെറുതെ എന്തെങ്കിലും പറയണേ. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് നിർത്തിയിട്ട് യു സ്റ്റാർട്ട് ഡൂയിങ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ തടസ്സങ്ങൾ പോകും, നമ്മൾ പ്രോഗ്രസ്സിന് തടസ്സങ്ങൾ നിൽക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ ഓർക്കണം, ഇത്രയും നമ്മൾ അടുത്തതിൽ കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനാ? പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ്. ഇതൊക്കെ ചെയ്യണം ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിലൊക്കെ തടസ്സം ഉണ്ടാക്കുമ്പോൾ ആർക്കാ അപകടം? എനിക്കാണ് പ്രശ്നം. അപ്പോൾ സ്റ്റോപ്പ് മേക്കിംഗ് എനി കംപ്ലയിൻറ്റ്സ്, വി ആക്സെപ്റ്റ് ദിസ്. മനസ്സിലായില്ലേ? അപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ എക്സസൈസ് തുടങ്ങാം. താങ്ക് യു.